മുനമ്പത്തെ യഥാർത്ഥ കുറ്റക്കാർ ആര്? ഷേഖുന ഉമർ ഫൈസി മുക്കം 2026 ജൂൺ 2 ചൊവ്വാഴ്ച സുപ്രഭാതം പത്രത്തിൽ എഴുതിയ ലേഖനം. എറണാകുളം ജില്ലയിലെ വടക്കേക്കര വില്ലേജിൽ ഉൾപ്പെടുന്ന മുനമ്പം ചെറായി തീരദേശത്തെ 404.76 ഏക്കർ ഭൂമിയുടെ ഉടമസ്ഥാവകാശത്തെ സംബന്ധിച്ച തർക്കം രാഷ്ട്രീയ പാർട്ടികൾക്ക് പരസ്പരം പോരടിക്കാനുള്ള വേദിയായിരിക്കുകയാണ്. എന്നാൽ പ്രശ്നപരിഹാരത്തിനുള്ള കാര്യമായ ഇടപെടലുകൾ ആരുടെ ഭാഗത്തു നിന്നും ഉണ്ടാവുന്നില്ല. മുസ്ലിം സമൂഹം പ്രവാചക കാലം മുതൽ പൊതുസേവനങ്ങൾക്ക് വഖഫ് ചെയ്യപ്പെട്ട മുതലുകളാണ് ഉപയോഗിച്ചു വരുന്നത്. പള്ളികൾ, മദ്രസകൾ, കോളേജുകൾ, ദർഗകൾ തുടങ്ങി ഇസ്ലാമിക സമൂഹവുമായി ബന്ധപ്പെട്ട നിരവധി സ്ഥാപനങ്ങൾ രൂപം കൊണ്ടതും നിലനിന്നു പോന്നതും വഖഫ് എന്ന നിലയിലാണ്. രണ്ടാം ഖലീഫ ഉമർ റളിയല്ലാഹു അൻഹു ഇറാഖിലെ ഹരിതഭൂമി കീഴടക്കിയപ്പോൾ ആ ഭൂമി യുദ്ധത്തിൽ പങ്കെടുത്ത സൈനികർക്ക് വീതം വെച്ചു കൊടുക്കാതെ വരും തലമുറകൾക്ക് വേണ്ടി പൊതുസ്വത്തായി നിലനിർത്താനാണ് തീരുമാനിച്ചത്. ഈ തീരുമാനമെടുക്കുമ്പോൾ അദ്ദേഹം ഇപ്രകാരം പറഞ്ഞു: നിങ്ങൾക്കു ശേഷം വരുന്ന മുസ്ലിങ്ങൾക്ക് പിന്നെന്താണുള്ളത്? അള്ളാഹുവാണേ, ഞാൻ ജീവിച്ചിരിക്കുകയാണെങ്കിൽ ഇറാഖിലെ വിധവകളെ എനിക്കു ശേഷം വരുന്ന ഒരു ഭരണാധികാരിയുടെ മുന്നിലും കൈനീട്ടേണ്ടി വരാത്ത വിധം സാമ്പത്തിക ഭദ്രതയുള്ളവരാക്കി ഞാൻ മാറ്റും. മുനമ്പം വഖഫ് ഭൂമി 1950 സിദ്ദീഖ് സേട്ട് മുനമ്പത്തെ 404.76 ഏക്കർ ഭൂമി കോഴിക്കോട് ഫറൂഖ് കോളേജിന് റൗളത്തുൽ ഉലൂം അസോസിയേഷൻ വിദ്യാഭ്യാസ ചാരിറ്റബിൾ ആവശ്യങ്ങൾക്കായി വഖഫ് ചെയ്യുകയായിരുന്നു. വഖഫ് ആധാരത്തിൽ 2 സ്ഥലങ്ങളിൽ ഇത് വഖഫാണെന്ന് വ്യക്തമായി പറയുന്നുണ്ട്. മത, ജീവകാരുണ്യ, വിദ്യാഭ്യാസ ആവശ്യങ്ങൾക്കായി സ്വത്ത് നൽകുന്നതിനെയാണ് ഇസ്ലാമിക നിയമശാസ്ത്രത്തിലെ വഖഫ് എന്ന വിഷയം സൂചിപ്പിക്കുന്നത്. ഒരു സ്വത്ത് വഖഫായി പ്രഖ്യാപിച്ചാൽ അത് ദൈവത്തിൻ്റെതാണ്, അള്ളാഹുവിൻ്റേതു മാത്രമാണ്. അത് വിൽക്കാനോ കൈമാറ്റം ചെയ്യാനോ അനന്തരാവകാശമായി നൽകാനോ ആർക്കും കഴിയില്ല. ഇസ്ലാമിക തത്വങ്ങൾക്കനുസൃതമായി അതിൻ്റെ നടത്തിപ്പിന് മേൽനോട്ടം വഹിക്കുന്ന ഒരു കൈകാര്യകർത്താവ് മാത്രമാണ് മുത്തവല്ലി. വഖഫ് സ്വത്തുകളുടെ നടത്തിപ്പ് നിയന്ത്രിക്കുന്നതിനുള്ള ആദ്യത്തെ സമഗ്ര ശ്രമമായിരുന്നു 1954 വഖഫ് നിയമം. ഈ സ്വത്തുക്കളുടെ ഭരണത്തിന് മേൽനോട്ടം വഹിക്കാനും ദുരുപയോഗം തടയാനും സംസ്ഥാന വഖഫ് ബോർഡുകൾ സ്ഥാപിച്ചു. 1995 വഖഫ് നിയമത്തിലെ ഭേദഗതികൾ സ്വത്തുക്കളുടെ അനധികൃത വിൽപ്പനയോ കൈമാറ്റമോ തടയുന്നതിന് കർശന നിയന്ത്രണങ്ങൾ കൊണ്ടുവന്നു. നിയമത്തിലെ 51, 56 വകുപ്പുകൾ ബോർഡിന്റെ മുൻകൂർ അനുമതിയില്ലാതെ വഖഫ് ഭൂമി വിൽക്കുന്നതും അന്യാധീനപ്പെടുത്തുന്നതും വിലക്കുന്നുണ്ട്. സച്ചാർ കമ്മിറ്റി റിപ്പോർട്ടിനെ തുടർന്ന് 1995 വഖഫ് ആക്ടിൽ ചില ഭേദഗതികൾ 2013 വരുത്തി. 9.5 ലക്ഷം ഏക്കർ ഭൂമിയിലായി വ്യാപിച്ചു കിടക്കുന്ന 4.9 ലക്ഷത്തിലധികം രജിസ്റ്റർ ചെയ്ത യൂണിറ്റുകളാണ് വഖഫ് സ്വത്തുക്കളിലുള്ളത്. പക്ഷേ നിയമപരമായ തർക്കങ്ങൾ, കയ്യേറ്റങ്ങൾ, കൈകാര്യകർത്തത്തിലെ കെടുകാര്യസ്ഥത എന്നിവ കാരണം ഈ സ്വത്തുക്കൾ പലപ്പോഴും ഉപയോഗശൂന്യമായി തുടരുകയാണെന്നാണ് സച്ചാർ കമ്മിറ്റി പറയുന്നത്. ഇതേ തുടർന്നാണ് വഖഫ് കയ്യേറ്റം തടയുന്നതിനും സ്വത്തുക്കൾക്ക് കൂടുതൽ ശ്രദ്ധ നൽകുന്നതിനും 2013 വഖഫ് ഭേദഗതി വന്നത്. വ്യവസ്ഥകൾ പാലിക്കാത്തതിന് പിഴ ചുമത്തുകയും കയ്യേറ്റ സ്വത്തുക്കൾ വീണ്ടെടുക്കുന്നതിനുള്ള നടപടിക്രമങ്ങൾ കാര്യക്ഷമമാക്കുകയും ചെയ്തു ഈ ഭേദഗതി. 2013 ഭേദഗതി BJP ഉൾപ്പെടെയുള്ളവരുടെ പിന്തുണയോടെയാണ് അംഗീകരിക്കപ്പെട്ടത്. മുനമ്പം സ്വത്തിന്റെ മുത്തവല്ലി മാത്രമാണ് ഫറൂഖ് കോളേജ് കമ്മിറ്റി. എന്നാൽ കോളേജ് കമ്മിറ്റി പ്രസ്തുത ഭൂമി വിൽപ്പന നടത്താൻ ഒരാൾക്ക് മുക്ത്യാർ നൽകുകയും അദ്ദേഹം ആർക്കൊക്കെയോ വിൽക്കുകയും കുറെ സ്വന്തമാക്കുകയും മറ്റു ചിലർ അവിടെ അനധികൃതമായി കയ്യേറി പാർക്കുകയും ചെയ്തു എന്നതാണ് വസ്തുത. ഇത് തികച്ചും നിയമവിരുദ്ധവും കുറ്റകരവുമാണ്. മുനമ്പം വഖഫുമായുണ്ടായ എല്ലാ പ്രശ്നങ്ങളുടെയും ഉറവിടം ഇവിടെയാണ്. അതുകൊണ്ടുതന്നെ ഫറൂഖ് കോളേജ് മാനേജ്മെന്റ് വഖഫ് നിയമങ്ങൾ പാലിക്കാതെയാണ് ഭൂമി വിറ്റതെന്നും അതിനാൽ ഈ ഭൂമി വഖഫ് ബോർഡിന്റെ കീഴിലാണെന്നും ചൂണ്ടിക്കാട്ടി 2019 പാണക്കാട് റഷീദ് അലി തങ്ങൾ ചെയർമാനായ കേരള സ്റ്റേറ്റ് വഖഫ് ബോർഡ് ഇതിൽ അവകാശവാദം ഉന്നയിക്കുകയും
ബോർഡിൽ വസ്തു രജിസ്റ്റർ ചെയ്യുകയും ചെയ്തു. 2008 VS അച്യുതാനന്ദൻ സർക്കാർ വഖഫ് സ്വത്തുക്കളുടെ തിരിമറികൾ അന്വേഷിക്കാൻ നിസാർ കമ്മിറ്റിയെ നിയോഗിച്ചിരുന്നു. മുനമ്പത്തെ 404.76 ഏക്കർ ഭൂമി വഖഫ് ബോർഡിൻ്റേതാണെന്നും ഫറൂഖ് കോളേജിന് ലഭിച്ച ഭൂമി വഖഫ് സ്വത്താണെന്നും ജസ്റ്റിസ് MA നിസാർ കമ്മിറ്റി കണ്ടെത്തി. വഖഫ് ഭൂമിയല്ലെന്ന് തെറ്റിദ്ധരിപ്പിച്ചാണ് കോളേജ് അധികൃതർ വിൽപ്പന നടത്തിയതെന്നും അത് തിരിച്ചെടുക്കാൻ ബോർഡിന് അധികാരമുണ്ടെന്നും നിസാർ കമ്മിറ്റി വ്യക്തമാക്കി. വഖഫ് നിയമത്തിലെ റൂൾ 95 വ്യവസ്ഥകൾ പ്രകാരം കൈമാറ്റം ചെയ്യപ്പെട്ട വഖഫ് ഭൂമി തിരിച്ചെടുക്കാൻ വഖഫ് ബോർഡിന് അധികാരമുണ്ടെന്ന് കമ്മിറ്റി ശുപാർശ ചെയ്യുകയും ചെയ്തു. ഈ റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിലാണ് 2019 വഖഫ് ബോർഡ് പ്രസ്തുത ഭൂമി വഖഫ് ആസ്തിയായി പട്ടികപ്പെടുത്തിയത്. ഇതൊക്കെയായിട്ടും ഈ ഭൂമി വഖഫല്ലെന്ന് പറയാൻ ഫറൂഖ് കോളേജ് കമ്മിറ്റിയെ പ്രേരിപ്പിച്ചത് ചെയ്ത തെറ്റിന് മറയിടാനാണെന്ന് വ്യക്തമാണ്. ഭൂമി വഖഫ് ബോർഡിന്റെ കീഴിലാണെന്ന അവകാശവാദത്തെ തുടർന്ന് 2022 മുതൽ റവന്യൂ അധികൃതർ കുടിയേറ്റക്കാരുടെ നികുതി സ്വീകരിക്കുന്നത് നിർത്തിവെച്ചു. പിന്നീട് കേരള ഹൈക്കോടതി ഈ ഭൂമി വഖഫല്ലെന്ന് വിധിച്ചെങ്കിലും സംസ്ഥാന സർക്കാർ നൽകിയ അപ്പീലിന്റെ അടിസ്ഥാനത്തിൽ സുപ്രീം കോടതി വിഷയം പരിശോധിക്കുകയും നിലവിലെ സ്ഥിതി തുടരാൻ ഉത്തരവിടുകയും ചെയ്തു. 2025 ഏപ്രിൽ പാർലമെന്റിൽ പാസാക്കിയ പുതിയ വഖഫ് ഭേദഗതി നിയമപ്രകാരം വഖഫ് സ്വത്തുകൾ ഉമ്മീദ് പോർട്ടലിൽ രജിസ്റ്റർ ചെയ്യേണ്ട അവസാന തീയതി 2026 മെയ് 17 ആയിരുന്നു. നിലവിലുള്ള വഖഫ് ബോർഡ് മെയ് 16 മുനമ്പം ഭൂമി ഉമ്മീദ് പോർട്ടലിൽ രജിസ്റ്റർ ചെയ്തു. 2025 വഖഫ് ഭേദഗതി പ്രകാരം മുനമ്പം വഖഫ് ഭൂമി ഉമ്മീദിൽ രജിസ്റ്റർ ചെയ്തിട്ടില്ലെങ്കിൽ അതു സർക്കാർ ഭൂമിയാണെന്ന് കലക്ടർ റിപ്പോർട്ട് നൽകിയാൽ തീരുമാനം കോടതിയുടേതായിരിക്കും. സംഘ് പരിവാർ പുതിയ വഖഫ് ഭേദഗതിയിലൂടെ ലക്ഷ്യമിടുന്നത് വഖഫ് സ്വത്തുക്കളുടെ തകർച്ചയാണ്. വഖഫ് ബൈ യൂസർ എന്നതിന് നിയമപരിരക്ഷ തന്നെ ഒഴിവാക്കിയത് ഇതിൻ്റെ വ്യക്തമായ ഉദാഹരണമാണ്. പഴക്കമുള്ള ആരാധനാലയങ്ങളുടെയും മറ്റും ദീർഘകാല സ്വഭാവത്തെ അടിസ്ഥാനമാക്കി ഒരു സ്വത്തിനെ വഖഫാണെന്ന് നിർണയിക്കുന്ന ഇന്ത്യൻ കോടതി രീതിയാണ് വഖഫ് ബൈ യൂസർ. പണ്ടുമുതൽ കൈമാറി വന്നതും വാമൊഴിയായി ദാനം ചെയ്യപ്പെട്ടതുമായ വഖഫ് മുതലുകളുടെ സ്വഭാവം എഴുതപ്പെട്ട രേഖകളുടെ അഭാവത്തിൽ നിയമം അംഗീകരിക്കുന്ന വഴിയാണിത്. ഇവ ഇന്ത്യൻ എവിഡൻസ് നിയമത്തിൽ ഉൾപ്പെട്ടതാണ്. ചർച്ചുകളിലും ക്ഷേത്ര സ്വത്തുകളിലും സമാന തെളിവ് നോക്കുന്ന രീതികളിൽ നിയമം ഇതേപോലെ അവയുടെ സ്വഭാവം ഉറപ്പിക്കുന്നു. എന്നാൽ സർക്കാരുമായി തർക്കത്തിലുള്ള വഖഫുകളിൽ മാത്രം ഇനി ഇത്തരം നിയമരീതി ബാധകമല്ലെന്ന് പുതിയ ഭേദഗതി പറയുന്നു. മുസ്ലിം ജനവിഭാഗങ്ങൾ കാലങ്ങളായി അനുഭവിക്കുന്ന സ്വത്തുകൾ ബുൾഡോസർ ചെയ്യാനുള്ള സംഘ് പരിവാർ അജണ്ടയാണ് വഖഫ് ബൈ യൂസർ ഒഴിവാക്കിക്കൊണ്ട് ഇവിടെ നടപ്പാക്കാൻ ഉദ്ദേശിക്കുന്നത്. മറ്റൊരു മാറ്റം പുതിയ നിയമം വഖഫിനെ ലിമിറ്റേഷൻ ആക്ടിന്റെ പരിധിയിൽ കൊണ്ടുവരുന്നു എന്നതാണ്. നിശ്ചിത കാലാവധി പിന്നിട്ടാൽ പരാതിക്കാരന് കോടതിയിൽ അവകാശവാദം ഉന്നയിക്കുന്നതിനെ തടയുന്ന നിയമമാണ് ലിമിറ്റേഷൻ ആക്ട്. ഇന്ത്യയിലെ മതസ്വത്തുക്കളിൽ ലിമിറ്റേഷൻ ആക്ട് നിലവിൽ ബാധകമല്ല. അവർക്ക് നിശ്ചിത കാലം കഴിഞ്ഞാലും അന്യാധീനപ്പെട്ട സമുദായ മുതലുകൾ തിരിച്ചുപിടിക്കാൻ കോടതിയെ സമീപിക്കാം. ഇത് ക്ഷേത്രങ്ങൾക്കും ചർച്ചുകൾക്കും പള്ളികൾക്കും പൊതുസ്വത്തെന്ന നിലയിൽ നിയമം നൽകുന്ന പരിഗണനയാണ്. എന്നാൽ പുതിയ ഭേദഗതി പ്രകാരം വഖഫ് മുതലുകൾ ലിമിറ്റേഷൻ ആക്ടിൻ്റെ പരിധിയിൽ വരും. ഇതോടുകൂടി വഖഫ് മുതലുകളിൽ കൂടുതൽ കയ്യേറ്റത്തിന് വഴിയൊരുക്കുമെന്ന ആശങ്ക ശക്തമാണ്. അനധികൃതമായതിനെ നിയമപരമാക്കുക എന്നതാണ് ഈ ഭേദഗതിയിലൂടെ ഉദ്ദേശിക്കുന്നത്. എന്താണ് പരിഹാരം? മുനമ്പത്ത് താമസക്കാരെ നീരാലംബരാക്കണമെന്നോ നിഷ്കരുണം ഇറക്കിവിടണമെന്നോ ആർക്കും അഭിപ്രായമുണ്ടാവില്ല. അവരിൽ പലരും വഞ്ചിക്കപ്പെട്ടവരാണ്. എന്നാൽ പരിരക്ഷ നൽകുന്നത് വഖഫ് സ്വത്ത് കയ്യേറിയാകരുത്. കുറ്റം ചെയ്തവരെ ശിക്ഷിക്കാൻ പേടിക്കുന്നവർക്ക് കയറാനുള്ള കുതിരയല്ല വഖഫ്. അതിനാൽ വഖഫ് വസ്തു വിറ്റവരിൽ നിന്ന് പണമോ പകരം സ്ഥലമോ വാങ്ങി കുടിയാന്മാരെ പാർപ്പിക്കുക, അല്ലെങ്കിൽ സർക്കാർ വക സ്ഥലം നൽകി അവരെ സംരക്ഷിക്കുക. മുനമ്പത്തെ വഖഫ് ഭൂമി കയ്യേറ്റങ്ങളിൽ നിന്ന് ഒഴിവാക്കുക. മുനമ്പത്തെ കുടുംബങ്ങളെ
മറയാക്കി വഖഫ് കയ്യേറ്റക്കാരെ സംരക്ഷിക്കാനുള്ള ശ്രമങ്ങളെ അംഗീകരിക്കാനാവില്ല.